ചാനൽ 30 ട്രാവൻകൂർ കമ്മ്യൂണിക്കേഷന്റെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. സർ, ഈ ആത്മീയ പഠനം വിദ്യാർത്ഥികളിൽ വളരെ മാറ്റമുണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ആധ്യാത്മിക പഠനം എന്ന് പറയുമ്പോൾ ആത്മീയത പഠിപ്പിക്കുവാനും പഠിക്കുവാനുള്ള കേന്ദ്രങ്ങൾ, ശരിയായ ആധ്യാത്മികത പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ എവിടെയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. പലയിടത്തും ആത്മീയതയുടെ പേരിൽ ചൂഷണം ചെയ്യുന്ന വാർത്തകളൊക്കെ അല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥിയുടെ ആ പഠനകാലത്ത്, അവൻ്റെ കുട്ടിക്കാലത്ത് അവനൊരു വിശ്വാസം ഉണ്ടാവുക, ദൈവം എവിടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവവിശ്വാസം അത് തൻ്റെ മാതാപിതാക്കളിലൂടെ, ആ ദൈവവിശ്വാസത്തിലൂടെ, തൻ്റെ പൂർവ്വകാല മുത്തശ്ശനും മുത്തശ്ശിയിലൂടെ, ബന്ധുക്കളിലൂടെ ഇങ്ങനെ ഇതി ചേർന്നൊരു ഒരു കുടുംബ പാരമ്പര്യം നമ്മുടെയൊക്കെ ജീവിതകാലത്തിൽ അനുഭവിക്കാൻ ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല. അപ്പൊ ഈ ആത്മീയത ശരിയായി കൊടുക്കാൻ കേന്ദ്രങ്ങളില്ല. അപ്പൊ ആധ്യാത്മിക കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ പലതും ഇന്ന് അത് കച്ചവട സ്ഥാപനങ്ങളായി മാറി. അപ്പോൾ എങ്ങനെ ശരിയായ ആധ്യാത്മികത നമുക്ക് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റും? അതാണ് ഇന്നൊരു വലിയ ചോദ്യം. നല്ല ചോദ്യമാണ്. വീണ്ടും ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ, ഞാൻ മനസ്സിലാക്കിയത് പറയാം. ആധ്യാത്മികത നമ്മുടെ ഭൗതിക ലൈഫിനെ, അല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക ലൈഫിനെ, അല്ലെങ്കിൽ നമ്മുടെ ലൗകിക ലൈഫിനെ, ഇത് മൂന്നും പറയാം, നമ്മുടെ ഈ ശരീരം കൊണ്ടുള്ള ജീവിതത്തിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വേയാണ്, ഒരു വഴിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള സ്റ്റഡി, ഞാൻ ആത്മാവല്ല ശരീരമാണ്, ഇന്ന് മാത്രമേ ജീവിതമുള്ളൂ, ഇപ്പൊ കൊണ്ട് കുടിക്കുക, തിന്നുക, അടിച്ചു പൊളിക്കുക എന്ന് പറയുന്ന ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ലോബികളിലേക്കാണ് ഇപ്പം നമ്മുടെ കുട്ടികൾ ധാരാളം പേര് വീണുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ അതല്ല, ഞാൻ ഒരു ആന്തരികമായ ഒരു ഊർജം, ആത്മാവ് നമ്മൾ പറയുമ്പോൾ സോൾ, SOUL, ദി സോഴ്സ് ഓഫ് അൺലിമിറ്റഡ് എനർജി, ഞാൻ ഒരു ഊർജ സ്രോതസ്സാണെന്നും ഈ ഊർജം കൊണ്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. ഈ ഊർജം എന്നിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ വീഴുമെന്നും, ഈ ഊർജം നശിക്കുന്നില്ല എന്നും, ദാറ്റ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് തന്നെയാണ് കൃഷ്ണൻ കറക്റ്റായിട്ട് പറഞ്ഞേക്കുന്നത്. ആത്മാവെന്ന് പറയുന്ന ഊർജത്തിനെ നശിപ്പിക്കാനോ, നിർമ്മിക്കാനോ, കൊല്ലാനോ, മുറിവേൽപ്പിക്കാനോ, കത്തിക്കാനോ, ഉണക്കാനോ, നനയ്ക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്ന സംഭവം. ആ ഊർജത്തിന് ക്വാളിറ്റി ഉണ്ട്. എന്നാൽ ഒരു ഫോമിൽ നിന്ന് അതിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് ഐൻസ്റ്റീൻ പറയുന്നു, ന്യൂട്ടൺ പറയുന്നു, ഫിസിക്സ് സയൻസ് പറയുന്നു, സയൻസുകാരെല്ലാവരും പറയുന്നു. സമ്മതിച്ചേ? ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണനും പറഞ്ഞത്. ഈ ഊർജം പക്ഷി മൃഗാദികളായോ വൃക്ഷലതാദികളായോ അധപ്പതിച്ച യോനികളിൽ, അധപ്പതിച്ച ഗർഭപാത്രം, അല്ലെങ്കിൽ അധപ്പതിച്ച ഹീനതലത്തിലേക്ക് പോയി നമ്മൾ അധപ്പതിച്ച പ്രവർത്തനങ്ങളാണ് കാണിച്ചിട്ട് മാലിന്യം കൊണ്ടാണ് ഈ ഊർജം പുറത്തു പോകുന്നതെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള പാത്രങ്ങൾ അന്വേഷിച്ച് അതിലേക്ക് ചെന്ന് പ്രവേശിക്കും. അത് ആത്മാവിന് അത് അറിയാം, കണ്ടെത്താൻ. നമുക്കറിഞ്ഞൂടെങ്കിലും ആത്മാവിന് അതിന്റെ ഗുണനിലവാരം അറിയാം. ആത്മാവ് ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്, ഇത് പ്രവേശിക്കണമെങ്കിൽ അത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ കയറേണ്ട സ്ഥലം അത് തന്നെ കണ്ടുപിടിക്കും. അത് ഖുർആനിലും പ്രവാചകന്മാരും യേശുദേവനും ലോകത്തെല്ലാവരും ആധ്യാത്മിക ആചാര്യന്മാർ ഏത് മതത്തിലാണെങ്കിലും അവർ അത് കണ്ടെത്തി കഴിഞ്ഞൊരു സാധനമാണ്. ഈ സാധനത്തിന് നമുക്കത് നമ്മൾ എക്സ്പീരിയൻസ് ആവാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. ഈ ആത്മാവ് കണ്ടെത്തിക്കൊള്ളും. അല്ലെങ്കിൽ ആന്തരികമായ ഗുണഘടന അനുസരിച്ചുള്ള വ്യക്തികൾ ഈ ആത്മാക്കളെ ആകർഷിച്ചോളും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഗർഭപാത്രം അല്ലെങ്കിൽ എൻ്റെതായ ഉള്ള് നല്ല ഉള്ളാണ്, ഏറ്റവും നല്ല ചിന്തയാണ്, ഏറ്റവും നല്ല പ്രവൃത്തിയാണ്, സദ്ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന കുടുംബാന്തരീക്ഷവും ആന്തരിക അന്തരീക്ഷമാണെങ്കിൽ ആ നല്ലതിലേക്ക് തീർച്ചയായും നല്ലത് തന്നെയാണ് ആകർഷിച്ചു വരിക, യാതൊരു സംശയമില്ല. ദെൻ മാലിന്യത്തിന് വരുന്നുള്ള സാധനത്തിന് ഇങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. പോസിറ്റീവ് എനർജിയും ആയിട്ട് ലിങ്ക് ചെയ്യോ, പോസിറ്റീവും നെഗറ്റീവും കൂടെ ലിങ്ക് ചെയ്യോ? പോസിറ്റീവും അല്ലേ? അപ്പൊ ആ ഗുണനിലവാരം, അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന അധപ്പതിച്ച ഈ ഊർജ കണത്തിന് അടുത്ത കുഞ്ഞിന്റെ ശരീരത്തിലേക്ക്, അതുകൊണ്ടാണ് ഗർഭത്തിന്റെ 3-ാം മാസത്തിലാണ് ആത്മാവ് പ്രവേശിക്കുന്നതെന്ന് പറയുന്നതും, ആ പ്രവേശിക്കുന്നത് ഏത് രീതിയിലാണ് പ്രവേശിക്കുന്നതെന്ന് അറിയില്ല എന്ന് ചില വേദങ്ങളിൽ പറയുന്നതും, പ്രവേശിക്കുന്നത് പോലെ ആണ് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതെന്നും, എന്തായാലും ഈ സംഗതി അകത്തേക്ക് പ്രവേശിക്കും. ഈ സംഗതി പ്രവേശിച്ചു കഴിയുമ്പോഴാണ് കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിൽ കുഞ്ഞ് ഫിക്സ് ചെയ്യുന്നതും, പിന്നെ അത് സ്ട്രോങ് ആയി മാറിയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള പ്രോസസ്സുകൾ. ഞാനിപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഈ ആത്മാവ് അത് ഗുണഘടന അനുസരിച്ച് കയറുമ്പോൾ
അതപ്പതിച്ച മാലിന്യം കൊണ്ടാണ് പുറത്തേക്ക്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യരുത്, ആത്മഹത്യ ചെയ്യരുത്. കാരണം ആത്മഹത്യ ചെയ്യുന്ന ആത്മാവ് മാലിന്യമായ ആത്മാവാണ്. ആ ആത്മാവിന് അടുത്ത തലത്തിൽ ജനിക്കേണ്ടി വരികയാണെങ്കിൽ, മോക്ഷം എന്ന് പറയുന്ന സാധനം ഞാനിപ്പോ ശുദ്ധീകരിച്ച് എൻ്റെ ആന്തരിക ഗുണഘടന ഏറ്റവും ബെസ്റ്റായി, എൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് വിട്ടു കഴിയുന്ന സമയത്ത് ഇത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ എങ്ങും അതിന് പ്രവേശിക്കാൻ പറ്റത്തില്ല. കാരണം അൾട്ടിമേറ്റ് ഊർജം എന്ന് പറയുന്ന പരബ്രഹ്മം, ഈ പറയുന്ന കോസ്മിക് എനർജി, ആ എനർജി പരിശുദ്ധമാണ്. ആ പരിശുദ്ധത്തിലേക്ക് എൻ്റെതായ ശുദ്ധമായ ഊർജം ചെന്ന് മാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് സയന്റിഫിക്കലി പറയുമ്പോൾ നമുക്ക് മോക്ഷം എന്ന് പറയും. മറ്റാഗ്രഹങ്ങളിൽ നിന്നെല്ലാം വെടിഞ്ഞാലും മോക്ഷം എന്ന് കുറെ പേര് പറയും. പക്ഷെ ആത്മാവിന്റെ റീബർത്ത് ഇല്ലാത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആത്മാവിനെ പ്യൂരിഫൈ ചെയ്തെടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലിങ്കിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. കരിയോയിലും തമ്മിലല്ലേ ചേരും? കരിയോയിലും പാലും കൂടെ ചേരും. ഈ പരബ്രഹ്മം എന്ന് പറയുന്ന നറും പശുവും പാലാണെന്ന് വിചാരിക്കുക. ഞാനെന്ന് പറയുന്ന ആത്മാവ് പുറത്തോട്ടിറങ്ങിയത് മണ്ണെണ്ണയും കരിയോയിലും ചേർന്ന് ഉള്ള ഒരു സാധനമാണ്. അതിനെങ്ങനെ ഇതിപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ ആദ്യം എന്നിലെ കരിയോയിലെല്ലാം മാറ്റി ശുദ്ധീകരിച്ച് സ്വർണം ശുദ്ധീകരിച്ചെടുക്കുന്ന കണക്ക് നമ്മളിങ്ങനെ അകത്ത് ഒക്കെ മാറ്റി, നമ്മൾ ഡയമണ്ട് എടുക്കുമ്പോൾ ചെളിയാണ്, അതെല്ലാം ശുദ്ധീകരിച്ച് ഞാൻ ഏറ്റവും പ്യൂരിഫൈഡ് വേർഷനിലായി മാറിക്കഴിയുമ്പോൾ എന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഊർജത്തിനെ ഈ പരബ്രഹ്മം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഊർജം ആവാഹിച്ചോളും. എനിക്ക് നേരെ സ്ഥലം അറിയാൻ പോവേണ്ടത് കൃത്യമായിട്ട് പോകും. അതുപോലെ മാലിന്യം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പോകാൻ പറ്റത്തില്ല. ദെൻ ആ തലത്തിലുള്ള സാധനത്തിന്, അതാണ് ഗുണഘടന അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് 3 തലത്തിൽ ആത്മാക്കളുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അത്യുന്നതങ്ങളിൽ ദൈവിക തലത്തിൽ നിൽക്കുന്ന ആത്മാക്കൾ, ആ ആത്മാവാണ് നമ്മുടെ ഭാര്യയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾ ശങ്കരാചാര്യരും വിവേകാനന്ദനും എന്ന് വേണ്ട ശ്രീരാമനും സീതയും ഏറ്റവും സമൂഹം ആദരിക്കുന്ന വ്യക്തിത്വങ്ങളായി ജനിച്ചു തുടങ്ങും. ഇന്ന് അങ്ങനെയൊന്നും കുട്ടികളത്ര പെട്ടെന്ന് അങ്ങ് ജനിക്കുന്നില്ലല്ലോ, അല്ലേ? ഇന്ന് നമ്മൾ അങ്ങനെ ആയാൽ ജനിക്കും, ഉറപ്പാണ്. പരിശ്രമിച്ചു നോക്ക്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ അതിനു വേണ്ടി തയ്യാറാക്കാൻ ഒരേ ഒരു വഴിയുണ്ട്. വൈകുന്നേരങ്ങളിൽ വീടുകളിൽ ഒരു പ്രാർത്ഥന, വിളക്ക് കത്തിച്ച് പൂജാമുറിയിലോ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു നിലവിളക്ക് കൊളുത്തിയോ പള്ളിയിലോ അമ്പലത്തിലോ പോയോ ശുദ്ധീകരിച്ചൊരു പ്രാർത്ഥന ഇല്ലെങ്കിൽ പോലും അകത്ത് ശുദ്ധമായ ചിന്തകൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്തിനും പഠിക്കണമല്ലോ. അപ്പൊ നമ്മൾ കഞ്ഞി വെക്കാൻ പഠിക്കണം, ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കണം, അവിയൽ ഉണ്ടാക്കാൻ പഠിക്കണം, ലോ പഠിച്ചാലേ വക്കീലാവാൻ പറ്റൂ, MBBS പഠിച്ചാലേ ഡോക്ടർ ആവാൻ പറ്റൂ, CA പഠിച്ചാലേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റൂ. അപ്പൊ ദൈവത്തെ അറിയാനും പഠിക്കണ്ടേ? അത് പഠിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങളാണ് മഹാഭാരതവും രാമായണവും ഭാഗവതവും 1180 ഉപനിഷത്തുകളും 18 പുരാണങ്ങളും 4 വേദഗ്രന്ഥങ്ങളും 2 ഇതിഹാസങ്ങളും പിന്നെ ഖുറാനും ബൈബിളും പിന്നെ ഒരുപാട് ആചാര്യന്മാർ എഴുതിയ മറ്റ് പുസ്തകങ്ങളും. അതിലെ ഗുണനിലവാരങ്ങളുള്ള നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, നമുക്ക് സംസ്കൃതം മനസ്സിലായില്ലെങ്കിൽ സംസ്കൃതം വായിക്കണ്ട, അറബ് മനസ്സിലായില്ലെങ്കിൽ അറബിൽ വായിക്കണ്ട, മലയാള പരിഭാഷകൾ ഡെയിലി 10 മിനിറ്റ് നേരം വായിച്ച് ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും അത് വായിച്ച് ശുദ്ധീകരിച്ച് നല്ലൊരു വിശ്വാസത്തോടെ, ദൈവീകമായ വിശ്വാസത്തോടെ, ആരാണ് ദൈവം? നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, തത്വമസി, അതിലോട്ടൊന്നും പോകുന്നില്ല. ദൈവവിശ്വാസം ഇല്ലെങ്കിലും ശുദ്ധീകരിച്ചുകൊണ്ട് അകം കൃത്യമായി ശുദ്ധീകരിച്ച് നമ്മുടെ നല്ല ജീനുകളെല്ലാം ഉണർത്തി ആന്തരികമായി നമ്മൾ മൂല്യബോധമുള്ളവരായി, ഞാൻ ആരെയും ചതിക്കില്ല, പറ്റിക്കില്ല, വഞ്ചിക്കില്ല, ദ്രോഹിക്കില്ല, അങ്ങനെയുള്ള കുറേ മൂല്യങ്ങൾ അകത്ത് കൊണ്ടുവച്ച് അങ്ങനെയുള്ള വ്യക്തികളായി ഒരു നമ്മുടെ വീട്ടിലെ ആൺകുട്ടിയെയും അതുപോലെ പെൺകുട്ടികളെയും പാരൻസ് ആണ് തുടങ്ങേണ്ട ആധ്യാത്മിക പഠനം സ്വന്തം വീട്ടിൽ. അല്ലാതെ മക്കൾ ജനിച്ചു ഉടനെ കൊണ്ട് ആധ്യാത്മിക പഠന കേന്ദ്രത്തിൽ ഇരുത്തുകയല്ല വേണ്ടത്. ആധ്യാത്മിക പഠന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് വീട്ടിൽ ആധ്യാത്മികത തുടങ്ങണം. എൻ്റെ അമ്മ ഇവിടെ കഞ്ഞിക്ക് വകയില്ലെങ്കിലും അമ്മ പണ്ട് എന്ത് ചെയ്യുമായിരുന്നറിയാമോ? ഞാൻ പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് അന്ന് അമ്പിളി അമ്മാവൻ എന്ന് പറഞ്ഞൊരു മാഗസീൻ ഉണ്ട്. അമ്പിളി അമ്മാവൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്പിളി അമ്മാവൻ, അതുപോലെ അമർ ചിത്രകഥകൾ എന്ന് പറഞ്ഞ് ബാലരമ പൂമ്പാറ്റയുടെ അമർ ചിത്ര. ഈ അമർ ചിത്രകഥകളിലൊക്കെ മഹാഭാരതം വരും, രാമായണം വരും, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കഥകൾ വരും. ഈ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തന്നെ അർജുനനായി മാറും. നമുക്ക് തന്നെ ഭീഷ്മ പിതാമഹന്റെ ആ മൂല്യങ്ങളെ കുറിച്ച് കർണനെ പോലെ നമ്മളായി വരും. പിന്നെ കർണൻ ദുര്യോധനൊക്കെ ചേർന്നുകൊണ്ടാണല്ലോ ഇങ്ങനെയായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ? കോമിക് കഥകളായ രാമായണവും ഭാഗവതവും മഹാഭാരതവുമാണ്. അപ്പൊ ഈ കൃഷ്ണനും അർജുനനും അല്ലെങ്കിൽ ബൈബിൾ ആണെങ്കിലും ഏതാണെങ്കിലും അതിന് വരുന്ന ആൾക്കാരാരാണ്? കോമാളികൾ, കോമഡി, കോമിക്സ്. അങ്ങനെ മക്കളുടെ ഉള്ളിൽ
ഈ പറയുന്ന ആചാര്യന്മാരെല്ലാം കൊമേഡിയൻസായി മാറി. കോമിക് കഥകൾ, കോമിക്കാരാ ഇവര്. അപ്പൊ നമ്മൾ തന്നെയല്ലേ നമ്മുടെ മക്കളെ അധപ്പതിപ്പിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഈ അടുത്തിടയ്ക്ക് ഞാൻ കേട്ടു. എൻ്റെ വീട്ടിൽ നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഏകദേശം 3 4 വലിയ മഹാഭാരതമുണ്ട്. ആ മഹാഭാരതം കൂടെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ശാസ്ത്രീയമായിട്ട് എൻ്റെ മഹാഭാരതം രചിച്ചത്. അപ്പൊ ഞാൻ പലരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ മഹാഭാരതം ഉണ്ടോ? കുറെ പേര് പറയും ഉണ്ട് സാർ, ഒതുങ്ങി പൂജാമുറി വെച്ചേക്കാണ്, എന്തിനവിടെ മുട്ടയിടാനാ. ഇനി കുറച്ചു പേര് പറയും, അയ്യോ സാറേ മഹാഭാരതം വീട്ടിൽ വാങ്ങിച്ചൂടാ, മഹാഭാരതം വീട്ടിൽ വാങ്ങിച്ചാൽ യുദ്ധം ഉണ്ടാവും. ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട്, എന്നെ ഏറെ ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ് മുസ്ലിം സഹോദരങ്ങൾ. കാരണം ഈ ഖുർആൻ നന്നായിട്ട് അറിയാം, ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നും അവർക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. മുസ്ലിം സഹോദരങ്ങളുടെ പല കുടുംബങ്ങൾ, ഒരുപാട് നല്ല കുടുംബങ്ങളുണ്ട്, പക്ഷെ ചില കുടുംബങ്ങളിൽ അടിയും വഴക്കും യുദ്ധവും തന്നെയാണ് ആ കുടുംബത്തിനകത്തുള്ളത്. അവിടെ മഹാഭാരതം ഇരുന്നിട്ടാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം, യേശുദേവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ഡൈവേഴ്സുകൾ കൂടിക്കൂടി വരുന്നുണ്ട്, അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നല്ലപോലെ ജീവിക്കുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ടെങ്കിലും കുറെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ വീടുകളിൽ അടിയും വഴക്കും ഡൈവേഴ്സുമാണ്. അവിടെ മഹാഭാരതം ഇരുന്നിട്ടാ. ഇനി മഹാഭാരതം ഇല്ലാത്ത ഹിന്ദു സഹോദരങ്ങളുടെ വീട്ടിലോട്ട് നമുക്കൊന്ന് കയറി ചെല്ലാം. പല വീടുകളിലും അടിയും വഴക്കും ഗുസ്തിയും വെള്ളമടിയും ഡൈവേഴ്സുമാണ് തന്നല്ലോ. എന്തിനാണ് ഈ മഹാഭാരതത്തിനെ കുറ്റം പറയുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മഹാഭാരതം ഒരു കുട്ടി പഠിച്ചാൽ അവന് ഭാരതത്തെക്കുറിച്ച് ആത്മാവിൽ ഊർജം കയറും. അപ്പൊ രാജ്യത്തിനോട് പ്രതിബദ്ധത വരും. അപ്പൊ രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവൃത്തി അവൻ ചെയ്യില്ല. അപ്പൊ ഭാരതം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ഭാരതീയനാണെങ്കിൽ അവൻ ആദ്യം മഹാഭാരതം പഠിച്ചിരിക്കണം. അതെവിടെ പഠിച്ചിരിക്കണം? 5 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് തൊട്ട് വീട്ടുകാര് ഒരു 10 മിനിറ്റ് നേരം മഹാഭാരതത്തിന്റെ ഐതിഹ്യമായ സംഗതികൾ പറഞ്ഞു കൊടുത്ത് ആ കുന്തി മാതാവ് അച്ഛൻ പോലും ഇല്ലാതെ 5 മക്കളെ വളർത്തിയ അവസ്ഥകളും അതുപോലെ തന്നെ ദുര്യോധനാദികളുടെ കാര്യങ്ങളും ഭീഷ്മ പിതാമഹന്റെ മൂല്യങ്ങളും അങ്ങനെ ഓരോ ത്യാഗ മനോഭാവങ്ങളും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, ബൈബിളുള്ള വീട്ടിൽ ബൈബിൾ പഠിപ്പിച്ചുകൊണ്ട് യേശുദേവന്റെയും ശിഷ്യന്മാരുടെയും അനുഭവങ്ങളും അവർ പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി അനുഭവിച്ചതും അദ്ദേഹത്തിലൂടെ എത്തിച്ചേർന്ന സന്ദേശങ്ങളായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതും ആ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസും മുസ്ലിം സഹോദരങ്ങളുടെ കുടുംബത്തിലും ഞാൻ ഇത് 3 കൂടെ ഉണ്ട്. എൻ്റെ വീട്ടിൽ ഖുർആൻ എത്രയോ വേർഷൻസ് ഉണ്ട്, ബൈബിളും ഉണ്ട്, ദെൻ പല രീതിയിലുള്ള ഉപനിഷത്തുക്കളും ഉണ്ട്. ഇതെല്ലാം വായിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ശരിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരൊറ്റ ദൈവം മാത്രം പ്രപഞ്ചശക്തി എന്ന് പറയുന്നതാണ്. ആ പരബ്രഹ്മത്തിൽ അധിഷ്ഠിതമാണ് എല്ലാം, ബാക്കിയെല്ലാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അജിത് മാഷേ, നിങ്ങളിപ്പം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മികച്ച വ്യക്തിയായി മാറുന്നു, നിങ്ങൾ ഭാവിയിൽ ഒരു ഗാന്ധിയനായി മാറുന്നു, നിങ്ങൾ ഒരുപാട് സാമൂഹ്യ സേവനം നടത്തുന്നു, ആൾക്കാരെ സഹായിക്കുന്നു. ദെൻ ജനങ്ങൾ നിങ്ങളെ കുറെ കഴിയുമ്പോൾ തൊഴാൻ തുടങ്ങും, നിങ്ങളെ പൂജിക്കാൻ തുടങ്ങും, ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പണിയും. അങ്ങനെയാണ് മാതാമൃതാനന്ദമയമ്മയെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ദൈവത്തിന് തുല്യമായിട്ടാണ് അവർ കാണുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് മുമ്പ് പോയ പലരും അങ്ങനെ ഗണിക്കപ്പെട്ടതിന്റെ അവസ്ഥ ആയിരിക്കാമെന്ന് ചിന്തിക്കാം. അപ്പൊ ആ പ്രപഞ്ച നിയമം അതിൽ ഗുരുദേവൻ എന്ത് പറഞ്ഞു? മദ്യം ഉണ്ടാക്കരുത്, മദ്യം വാങ്ങരുത്, മദ്യം വിൽക്കരുത്, മദ്യം വാങ്ങരുത്. ശരിയല്ലേ? ലഹരി ഉണ്ടാക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. എന്നോട് ദേഷ്യം തോന്നരുത്, ആ ഗുരുദേവന്റെ ആൾക്കാരിൽ കുറെ പേര് ഇതിൽ തന്നെ ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ ഗുരുവിനെ അനുസരിക്കുന്നോ? അനുസരിക്കുന്നില്ല. ഏത് വഴിയിലും നമ്മൾ പണം ഉണ്ടാക്കുന്നു. ഏത് വഴിയിലും ഉണ്ടാക്കുന്ന പണം നിലനിൽക്കില്ല സഹോദരങ്ങളെ. മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ പറഞ്ഞ പോലെ ധർമ്മ അർത്ഥ കാമം, ധാർമ്മികമായി ഉണ്ടാക്കുന്ന പണം മാത്രം ഉപയോഗിച്ച് വസ്തുവകകളും കാമാർത്ഥങ്ങൾ വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയാൽ അത് എക്കാലവും നിൽക്കും, ആ പണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അന്യായമായി ഉണ്ടാക്കിയ പണം, അധർമ്മത്തിന്റെ പണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ ആ പണം നമ്മുടെ ബാങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള നല്ല പണത്തിന് കൂടെ ഇല്ലാതാക്കി മാറ്റും. അത് ഒരുപാട് നോക്കിയാൽ മതി. ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിൽ ഒളിച്ചോടിയ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ വലിയ ബിസിനസ് മാഗ്നറ്റുകളും തകർന്ന കഥയുണ്ട്. ഇപ്പൊ നമ്മൾ വായിക്കുന്നില്ലേ, ഒരുപാട് പേര്, ആരുടെയും പേര് പറയണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. കൊണ്ടുപോകുന്നത് എന്താണ്? നമ്മൾ ഇന്നലെ വരെ നേടിയ ജ്ഞാനം. ആ ജ്ഞാനം എന്ന് പറയുന്ന ഡിവൈൻ നോളജിലൂടെയാണ് ആത്മാവ് പ്യൂരിഫൈ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ദാനധർമാദികൾ
അതിലൂടെ ആത്മാവ് വീണ്ടും പ്യൂരിഫൈ ചെയ്യുന്നു. ദെൻ നമുക്ക് കിട്ടിയ നമ്മുടെ ആത്മാവ് നേടിയെടുത്ത പ്രാർത്ഥന, അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയും പള്ളിയിൽ പോയി പൈസ ഇട്ട് പ്രാർത്ഥിക്കാന്നല്ല. അയ്യോ ദൈവമേ, നല്ലൊരു മനുഷ്യൻ, ഗുണം കൊടുക്കണേ, ഇത്ര മതി. എന്നിട്ട് നമ്മളെ സംശയിച്ച് ഇത് മൂടുപടമാണെന്ന് പറയുന്ന കുറെ പേരുണ്ട്. എനിക്ക് മൂടുപടം അല്ല, ഞാൻ ഇതാണ് മൂടുപടം ആയേനെ. എനിക്ക് ബൈബിളും ഖുറാനും ഗീതയും മഹാഭാരതം രാമായണം ഒന്നും അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ ഞാൻ മൂടുപടം ആയേനെ. എനിക്ക് ആധ്യാത്മികത അറിയാന്നുള്ളത് കൊണ്ട് ഒരു സത്യം എനിക്കറിയാം, ഞാൻ കള്ളം പ്രവർത്തിച്ചാൽ എനിക്കാണ് ദോഷം. അതാണ് സത്യം. കാരണം നമ്മൾ നാക്കുകൊണ്ട് കള്ളം പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ അധപ്പതനം അവിടെ തുടങ്ങുകയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അന്യർക്ക് ദോഷമുണ്ടാകാത്ത ചില കള്ളങ്ങൾ പറയുന്നതുകൊണ്ട് തെറ്റൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ എന്നോട് ചോദിക്കുന്നു, സാറ് കഴിച്ചോ? ഞാൻ കഴിച്ചു, ഞാൻ പാൽക്കഞ്ഞിയായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര സദ്യയായിരുന്നു കഴിച്ചിട്ട്. ആക്ച്വലി ഞാൻ പട്ടിണിക്കായിരിക്കുന്നു. എൻ്റെ അഭിമാനബോധം കഴിച്ചു എന്ന് പറയാനാണ് തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടമില്ല, എനിക്ക് നഷ്ടമില്ല. അപ്പൊ നമ്മൾ ധാർമ്മികത ഏറ്റവും പ്രധാനം. അല്പ കള്ളം പറഞ്ഞു പോയാലും ധാർമ്മികത ഏറ്റവും പ്രധാനമാണ്. ഇതാണ് മഹാഭാരതവും ഭഗവത്ഗീതയും എല്ലാം പഠിപ്പിക്കുന്നത്, ധാർമ്മികത. ആ ധാർമ്മികതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അപ്പൊ ഓരോ കുട്ടികളും മനസ്സിലാക്കേണ്ടത്, ഓരോ രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടത്, ആധ്യാത്മിക പഠനം എന്ന് പറയുന്നത് സ്വയം മക്കളെയും വ്യക്തികളെയും പ്യൂരിഫൈ ചെയ്യിക്കാനാണ്. ബൈബിളോ ഖുറാനോ മഹാഭാരതോ രാമായണോ ഒരല്പം 10 മിനിറ്റ് പഠിച്ചത് കൊണ്ട് അവർ സന്യാസിയോ ആചാര്യനോ ഒന്നും ആയി പോകത്തില്ല. പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്, നമ്മുടെ മക്കളെ സമൂഹത്തിലെ ജനങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണമെന്നും അതിനേക്കാൾ ഉപരി അവരിൽ നിന്ന് ജനിക്കുന്ന അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ ചരിത്ര പുരുഷന്മാരായി മാറണമെന്നും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു തുള്ളി ആധ്യാത്മിക കൊടുക്കാതെ, ആധ്യാത്മിക നോളജ് കൊടുക്കാതെ യാതൊരു കാരണവശാൽ അത്ര പെട്ടെന്ന് നമ്മുടെ മക്കളോ മക്കളുടെ അടുത്ത തലമുറയായി വരുന്ന ചെറുമക്കളോ ചരിത്ര പുരുഷന്മാരായി മാറുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പം നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്, പാരൻസ് തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അതിനുശേഷമാണ് ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും. ഇതില്ലെങ്കിൽ എന്തു പറ്റുമെന്ന് ചോദിച്ചാൽ, സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പറഞ്ഞു വിടുന്ന കുറെ കുട്ടികളെ നമ്മൾ തെരുവിൽ നോക്കിയാൽ തെരുവിൽ ഓടി നടക്കുന്ന ചില ജീവികൾ അറിയാമല്ലോ, തോന്നിയ പോലെ നടക്കുന്ന ജീവികൾ, ആ പേര് ഞാൻ പറയണ്ടല്ലോ. അതിനേക്കാൾ കഷ്ടമായി നമ്മുടെ കുട്ടികൾ പലയിടത്തും ഓടി നടന്ന് ലഹരികൾ ഉപയോഗിച്ച് പാരൻസ് നിയന്ത്രിക്കാത്തതുകൊണ്ട് അധ്യാപകർക്ക് നിയന്ത്രണം അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന നിയന്ത്രണത്തിൽ കുറവ് വരുന്നതുകൊണ്ട് പോലീസിന്റെ കയ്യിലാവുകയും ജയിലിൽ എത്തിച്ചേരുകയും അതോടുകൂടി പിന്നെ ഭാവി എങ്ങനെ ഇരിക്കുമെന്നും മാതാപിതാക്കൾ ഒരു ഉൾക്കാഴ്ചയോടെ അവിടെ നോക്കിയിട്ട് വേണം കുഴിമന്തിയും ഷവായിയും എൽത്തനും ബീഫും ഒലത്തിയതും മലത്തിയതും എല്ലാം വാങ്ങിച്ച് നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ. ഇത്രയും ആത്മാർത്ഥമായി പറഞ്ഞത് ഒരു കുട്ടി പോലും നശിച്ചു പോകരുതെന്ന് ആത്മാർത്ഥമുള്ളതുകൊണ്ടും, അജിത് മാഷ് കഴിഞ്ഞ എത്രയോ നാൾ കൊണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇന്റർവ്യൂ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഓടി ഒളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ലഹരിയുടെ ഈ ഒരു ഭയങ്കര വിപത്ത് കൂടി വരുന്നതുകൊണ്ടും അദ്ദേഹം ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ഒരുപാട് സംസ്ഥാന തലത്തിൽ നടത്തുന്നത് കൊണ്ടും അദ്ദേഹത്തിനോടുള്ള ഒരു പ്രത്യേക സ്നേഹം കൊണ്ടും മാത്രമാണ് ഞാൻ ഇത്രയും തുറന്നു പറഞ്ഞത്. ഞാൻ എങ്ങും പറയാൻ ഉദ്ദേശിക്കാതിരിക്കുന്ന കാര്യങ്ങളാണ് കുറെ പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെ നല്ല അർത്ഥത്തിൽ എടുക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബം നന്നായി ജീവിക്കണം, അല്ലെ? എൻ്റെ കുടുംബം നിങ്ങളാണ്. എനിക്ക് മക്കളോ ഭാര്യയോ കുടുംബമോ ഇല്ല, അതിനി വേണ്ട. അതിന് ഞാൻ കാഷായ വസ്ത്രമൊന്നും ധരിച്ച് നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീൻസും സ്റ്റൈലിഷ് ആയിട്ട് തന്നെ നടക്കും, എനിക്ക് അംശമൊന്നുമില്ല. പക്ഷെ എൻ്റെ അകം ശുദ്ധവും വൃത്തിയായിരിക്കും, ആധ്യാത്മികതയിൽ അടിത്തറ ഉണ്ടതായിരിക്കും, യാതൊരു സംശയമില്ല. ചാനൽ 30യുടെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.